തിരൂരടുത്ത് പുതിയങ്ങാടിയിൽ ഒരു നേർച്ചയിൽ ആന മതമിളകി ഒരാളെ ചവിട്ടിക്കൊല്ലുകയാണ്. വഹാബികൾ ഉടനെ ഇറങ്ങി ബാഗ് കൊടുത്ത് അങ്ങാടി കൂടെ കണ്ടോ, നേർച്ചക്ക് ആനെ കൊണ്ടുവരണമെന്നാണ് മൂല്യന്മാര് പറയുന്നത്. ഇപ്പൊ എന്തായി, ഒരാൾ മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് നേർച്ചയും മക്ബറയും വേറെയാണ്, ആന വേറെയാണ്. ഇത് അക്കിനെയും ബാത്തുലിനെയും കൂട്ടിക്കലർത്തി ദജ്ജാലും കദ്ദാബുമാകുന്ന മൗലവിമാരെ കണ്ടോളൂ. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസത്തിലാണ് ആന ആക്രമിച്ചുകൊണ്ട് ഒരു നേർച്ചയിൽ വലിയ ആപത്തുകൾ ഉണ്ടായത്. അപ്പോ ഒരു നല്ല കാര്യത്തിന്റെ അടുത്തൊരു അപകടം ഉണ്ടായി വിചാരിച്ചാൽ ആ നല്ല കാര്യം മോശമാകൊന്നുമില്ല. നേർച്ചയിൽ ആനെ കൊണ്ടല്ലേ നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് വെച്ച് നേർച്ചനെ കുതിരയാക്കണ്ടയില്ല എന്നാണ്. കഅബാലയത്തെങ്കിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, ഹജ്ജ് മോശമാകുമോ? ഇല്ല. അപ്പൊ അപകടം ഉണ്ടാകുന്നത് അള്ളാന്റെ പരീക്ഷണാണ്, അത്ര കണ്ടാൽ മതി. ഇവിടെ നേർച്ചയിൽ ആനനെ കൊണ്ടുവരിക എന്നതിന്റെ വിഷയം മൂപ്പർ അത് വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുകയാണ്, ദജ്ജാലും കദ്ദാബുമാകുകയാണ്. ഈ ആന ആക്രമിച്ചത് ഒരു നേർച്ചയിലാണ്, ആ നേർച്ച നടത്തിയത് മുസ്ലിങ്ങളാണ്. അത്തരം നേർച്ചകൾ നടത്തുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അത് നമ്മളെ സെക്കുലറാലിറ്റി പരിപാടിയാണ്. ഇസ്ലാമിൽ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നേർച്ചയല്ല. അത് നിലമ്പൂർ പാട്ടുത്സവം നടക്കും, അവിടെ അങ്ങനെയാണ്. ചിലയിടത്ത് ഗ്രാമോത്സവം ഉണ്ടാവും, ചിലയിടത്ത് അങ്ങനത്തെ ചില നേർച്ച ഉണ്ടാവും. അത് നടത്തുന്നത് ആരാ? മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലോ മുസ്ലിമീങ്ങൾ മാത്രമോ അല്ല. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ പട്ടാമ്പി നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു നേർച്ച, ആ നേർച്ചയുടെ കമ്മിറ്റിക്കാർ ആരൊക്കെയാ നോക്കിക്കോളേ. പട്ടാമ്പി ഫെബ്രുവരി 8, 9 തീയതികളിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഉദ്ഘാടനം ശ്രീകണ്ഠൻ നിർവഹിച്ചു. നാരായണൻ സ്വാമി അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മിക്കുട്ടി, ഗീത മണികണ്ഠൻ, റഷീദ് തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തു. അപ്പൊ ആരൊക്കെ ഈ കമ്മിറ്റിയിൽ ഈ നേർച്ച നടത്തുന്ന ആൾക്കാര്? അതിൽ സ്വാമി ഉണ്ട്, അതുപോലെ ജോസഫ് ഉണ്ട്, ഗീത ഉണ്ട്, റഷീദ് ഉണ്ട്. അങ്ങനത്തെ മതേതര പരിപാടിയാണ്, അത് മതപരിപാടിയല്ല. ആ മുസ്ലിങ്ങൾ ഒരു ജാറത്തിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ടാണ് നേർച്ച നടത്തുന്നത്. അത് മാത്രമേ അതിൽ സത്യമുള്ളൂ. യാഹും തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാന്റെ മക്ബറന്റെ ചാരത്താണ് ഈ ഹിന്ദു മുസ്ലിമും ബിസിനസ്സുകാരൊക്കെ കൂടി ഈ കലാപരിപാടി നടത്തുന്നത്. ആലിമീങ്ങൾ പഠിപ്പിച്ചതോ അവരുടെ നേതൃത്വത്തിലുള്ള പരിപാടിയല്ല. സാന്ദർഭികമെന്നോണം ഞാൻ അതാണ് സൂചിപ്പിക്കാൻ. എന്ത് ചുക്കിനെ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാൻ. ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ഇത് പത്രത്തിൽ വരികയാണ്. പത്രത്തിൽ വന്നത് ഇങ്ങനെയുള്ള സ്വാമിയും റഷീദൊക്കെ പാടെ കൂടിയിട്ട് നടക്കുന്ന ഒരു ഉത്സവ പരിപാടിയാണ്. പത്രത്തിൽ വരുമ്പം ആനക്ക് മതമിളകി, ആന ആക്രമിച്ചു, ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അപകടം പറ്റി, അങ്ങനെ ഇനി ആന ചവിട്ടിയിട്ട് അപകടം പറ്റി മരിച്ചതാരാ? അതൊന്ന് കണ്ടോളി നിങ്ങൾ ആ പത്രവാർത്ത. തിരൂര് പുതിയങ്ങാടി നേർച്ചയിൽ ആന ചവിട്ടി മരിച്ചതാരാണ്? മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കുകളോടെ മരിച്ചതാരാണ്? ആ മരിച്ച മനുഷ്യന്റെ പേരാണ് സഹോദരന്മാരെ നിങ്ങൾ കാണുന്നത്. അത് മുസ്ലിമാണോ? കൃഷ്ണൻകുട്ടിയാണ്. അപ്പൊ അത് മുസ്ലിമാണോ? അല്ല. അപ്പൊ അത് നാട്ടിലെ കുറെ കമ്പനി കൂടുന്ന ഒരു പരിപാടിയാണ്. അതിൽ മുസ്ലിം പണ്ഡിതന്മാരോ അവര് പഠിപ്പിക്കുന്ന നേർച്ചയോ ഉറൂസ് ഒന്നും ബന്ധപ്പെട്ട വിഷയമല്ല. ഉറൂസിന്റെ സന്ദർഭത്തിൽ പിന്നെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി, ഇങ്ങനെ വാർത്ത വരിക. അപ്പൊ ഈ വാർത്ത വായിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരൊക്കെ ഇതിന്റെ വാർത്ത വായിക്കും. ഓൽക്കൊക്കെ അറിയാം ആ നേർച്ച നടത്തുന്നത് മുസ്ലിമീങ്ങളുമാണ്, മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമാണ്. ഇത് ഓൽക്ക് മനസ്സിലാവും അല്ലേ? മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. വാർത്ത വായിക്കണിയിലുണ്ട് മുസ്ലിമീങ്ങളും അല്ലാത്തോലും, നേർച്ച നടത്തുന്നതിലുണ്ട് മുസ്ലിമീങ്ങളും അല്ലാത്തോലും. മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്. ഇവർ പത്രം വായിക്കണിയിലുണ്ട്, നേർച്ച നടത്തുന്നതിലുണ്ട്. ഇത് അജ്ജാതി നേർച്ചയാണ്. അരികിൽ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും ഈ പറയുന്ന ഇസ്മായിൽ നബിയുടെ ചരിത്രവും അംർ ഇബ്നു ലുഹൈയുടെ പോക്കിരിത്തരവും ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ അയാൾ വിലയിരുത്തുന്നത് എന്താ? ഇസ്ലാമിൽ നേർച്ചയുണ്ടെന്നും ഇസ്ലാമിൽ നേർച്ച ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആ നേർച്ച ഇങ്ങനെ ജാറങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉറൂസുകളാണെന്നും അതും എല്ലാവർക്കും അറിയാം. ആ ഉറൂസിൽ ആന വരുമെന്നും. അങ്ങനെ വരുന്നൊരു തരം നീർച്ചയുണ്ട്, വരാത്തൊരു തരം നീർച്ചയുണ്ട്. മമ്പർത്ത് മക്കാമിൽ നീർച്ച അടക്കുന്നുണ്ട്, CM വലിയുള്ളാഹിയുടെ മക്കാമിൽ നീർച്ച നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ആന ഉണ്ടോ? അപ്പോ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമികമായി നടക്കുന്ന നേർച്ചകളിൽ ആനല്ല എന്നുള്ളത് മൂക്കിപ്പെട്ടവർക്കൊക്കെ അറിയാം. പിന്നെ സാമിയും റഷീദും ജോസഫും ഒക്കെ നടത്തുന്ന ഓരോ കലാപരിപാടി, അവിടെ ആലിമീങ്ങളുടെ നേതൃത്വമില്ല, ആലിമീങ്ങൾക്ക് അധികാരവുമില്ല. ഈ തിരൂരങ്ങാടി പുതിയങ്ങാടിയിൽ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ദിവസങ്ങളോളം പ്രസംഗം നടത്തി അവിടുത്തെ ഉറൂസ് ഇല്ലാതെയാക്കിയതാണ്. ഈ ആന ഉറൂസ് ഇല്ലാതെയാക്കിയതാണ്. പക്ഷെ പിന്നെ അവിടുത്തെ ബിസിനസ്സുകാരും കച്ചവടക്കാരൊക്കെ കൂടിയിട്ട് സംഘടിപ്പിച്ച കലാപരിപാടിയാണിത്. ആ
അന്ന് ആനക്കെന്തോ പ്രശ്നം ഉണ്ടായപ്പോ ഒരു ദോഷം ഉണ്ടായതാണ് എന്ന് വന്ന എല്ലാ ആനക്കും ഉണ്ടായിട്ടില്ല. ആ ആനക്കെ ഉണ്ടായിട്ടുള്ളൂ. ആ ആനയെ ചവിട്ടിയത് കൃഷ്ണൻകുട്ടിയെ മരിച്ചത് അല്ലേ ഇത് കാണുന്ന മനുഷ്യന്മാര് ധരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ധരിക്കുക. എല്ലാ നീർച്ചക്കും ആനുണ്ട് എന്നല്ല, ആനുള്ള ചില നീർച്ചുണ്ട്. അത് സ്വാമിയൊക്കെ പാടെ കൂടി നടത്തുന്നതാണെന്നും പത്രവാർത്ത വായിച്ചാൽ മനസ്സിലാവും. എന്നാ എന്റെ സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ആനനെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഉറൂസ് ഇസ്ലാമിലുണ്ടോ? ഇല്ലേ. അതുകൊണ്ടല്ല മുസ്ലിം പണ്ഡിതന്മാര് ആനനെ കൊണ്ടുവരണമെന്ന് പറയാത്ത നീർച്ചക്ക്. ഇത് പണ്ട് അംറുബ്നുൽ ലുഹയ്യ് ഈ ഉമ്മത്തിനെ പറ്റിച്ച പോലെ ആരോ പറ്റിച്ചതല്ലേ? ശരിയാ. നേർച്ചയിൽ ആനനെ കൊണ്ടുവന്നത് ഏതോ ചില കലാപരിപാടിക്കാരെ പരിപാടിയാണ്. നിങ്ങൾ ആലോചിച്ചോ, അംറുബ്നുൽ ലുഹയ്യിന്റെ ചരിത്രങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അംറുബ്നുൽ ലുഹയ്യ് മുതൽ റസൂലുള്ളാഹി വരേക്കുള്ള ചരിത്രം ഉണ്ടല്ലോ, അതിൽ ഈ സംസാരിക്കുന്ന ഈ വേദിയുടെ ആളുകളായ സലഫികൾക്കോ അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ് അംറുബ്നുൽ ലുഹയ്യ് ഇസ്മായിൽ നബിയുടെ ശരീഅത്ത് മാറ്റി തിരുത്തിയിട്ടുണ്ട് എന്ന്. പിന്നെ തർക്കം എവിടെയുള്ളത്? ഇങ്ങള് അംറുബ്നുൽ ലുഹയ്യിന്റെ ടീമാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പൊ മുജാഹിദീങ്ങൾ ഭൂരിപക്ഷവും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ തനിച്ച പോക്കിരിത്തരം ചെയ്തിട്ടുണ്ട് എന്ന്, അയാൾ നരകത്തിൽ ശാനാണ് എന്നത്, അയാൾ മാറ്റി തിരുത്തിയ ദീനുൽ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് എന്നതിൽ മുസ്ലിങ്ങൾക്ക് ചരിത്രം അറിയുന്നവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ജബ്ബാർ മൗലവി ഇങ്ങളും അംറുബ്നുൽ ലുഹയ്യിന്റെ ടീമാണോ അല്ല എന്നുള്ളതാണ് ഇപ്പൊ തർക്കം നടക്കുന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസം ശേഷമുള്ളടുത്താണ് അപ്പൊ ഉസ്താദ്മാര് ന്യായീകരിക്കുകയാണ്. ഇതൊക്കെ നല്ല കാര്യല്ലേ? നേർച്ചക്ക് ആനയെ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് എന്ന് ന്യായീകരിച്ച ഏത് ആലിമാണുള്ളത്? ആനക്ക് ആനയുടേതായ മസലയുണ്ട്. ഒരാൾ ആനപ്പുറത്ത് യാത്ര ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നേർച്ചക്ക് ആനയെ കൊണ്ടുവന്ന് ആ നേർച്ചയെ അങ്ങനത്തെ കലാപരിപാടിയാക്കുന്നത് നല്ലതാണ് എന്ന് ഏത് ആലിമാണ് ന്യായീകരിച്ചിട്ടുള്ളത്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളം പറയുന്ന കക്ഷികൾ. അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ ആളുകൾ ആനയെ കൊണ്ടുവരാൻ പണം മുടക്കുന്നത് എന്ന് പറഞ്ഞ ഏത് ആലിമാ ഇവിടെയുള്ളത്? അങ്ങനെ ആനയെ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ച ആലിമീങ്ങളുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളെ അത്തരം തോന്നിവാസങ്ങൾക്കെതിരെ എത്രയാണ് ഈ നാട്ടിൽ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതെല്ലാം മറച്ചു വെച്ച് അങ്ങാടികളിൽ വന്ന് ഈ സമുദായത്തെ വഹാബികൾ കബളിപ്പിക്കുന്ന, അതിനു വേണ്ടി നുണ പറയുന്ന പരിപാടി കണ്ടോ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ വിഷയത്തിൽ നടത്തിയ പല പ്രസംഗങ്ങളിലെ ഒരു പ്രസംഗം മൗലവിയുടെ ഭീകരമായ പച്ച നുണ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരം കെട്ട കമ്മിറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ, അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു. ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ, കൊണ്ടോട്ടിക്കാരേ, മണത്തലക്കാരേ, കാഞ്ഞിരമുറ്റത്തുകാരേ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല. അവിടെ അതാ 75-ാമത്തെ ആണ്ടിന് 75 ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ 75 ആന? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഖ്ബറകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇവിടെയും പറയുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അതുപോലെ അന്യസ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്റെ അടുക്കൽ ഏത് ഉറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ഉറൂസിനും പോകാറില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറയിൽ വഅദ് പറയൽ വേണം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബി
ബിഹി ഹൗലഹു. മഹാന്മാരുടെ മുഅ്മിനീങ്ങളെ മഖ്ബറയിൽ വഅദ് പറയുന്നതിന്റെ അധ്യായം ബുഖാരിയിലുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ ഉറൂസിലും അതുപോലെ അവേലത്ത് തങ്ങളെ ഉറൂസിലും ഒക്കെ വഅദ് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ മഖ്ബറകളിൽ ഓതുന്നത് സുന്നത്താണെന്ന് ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതുകൊണ്ട് മഖ്ബറയിൽ ഖുർആൻ ഓതുന്ന ഉറൂസിനും ആണ്ട് നേർച്ചക്കും നമ്മൾ അനുകൂലമാണ്. അതുപോലെ മഖ്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ്. അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ്. സലാത്തിനും ദിക്റിനും അനുകൂലമാണ്. ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇവിടെയും എതിർക്കുന്നു. മരിക്കുന്നത് വരെ എതിർക്കുകയും ചെയ്യും. അവിടെ ആളുകളെ നോക്കാറില്ല, കമ്മിറ്റിക്കാരെ നോക്കാറില്ല. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹിന്റെ ദീന് പറയുന്നത്. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ദീന് വളരെ കൃത്യമായി നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നെല്ലിനെ നെല്ലായും പതിര് പതിരായും ഈ സമുദായത്തെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്.